പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നേരെ കണ്ണൂരിലേക്കാണ്. കണ്ണൂർ മാലൂരിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ ഉടൻ തന്നെ മയക്കുവെടി വയ്ക്കും. വെറ്റിനറി ഡോക്ടർ ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തും. പുലിയെ മയക്കുവെടി വെച്ച് വയനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ നിതിൻ രാജ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ട് അതിലേക്ക്. അതായത് മയക്കുവെടി വെക്കാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ വന്നിട്ട് അതിനെ നോക്കി അതിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ നോക്കിയിട്ടാണ് ഇതിനെ ഇമ്മൊബിലൈസ് ചെയ്യാൻ പറ്റുമോ. കാരണം ഇപ്പം നല്ല ഡേഞ്ചർ സിറ്റുവേഷനാണല്ലോ. വയറിലാണ് കുരുക്ക് വന്നിട്ടുള്ളതാണ് നമുക്ക് പ്രാഥമിക ഒരു കാഴ്ചയിൽ മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 70% ചാൻസാണ് ഉള്ളത്. അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അതായത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ വയലൻ്റ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പോൾ അതിന് നമ്മൾ മുകളിലേക്ക് പോലീസിനെ മുകളിൽ SP അടക്കമുള്ള ആൾക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന് ആൾക്കാരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നിഖിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിലെ, അപ്പോൾ ഇനി എത്ര സമയം കൂടി കാത്തിരിക്കണം ദൗത്യത്തിനായി? സേതു, ഏതായാലും ദൗത്യത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വെറ്റിനറി സർജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം ഈ ഡാർട്ടിംഗ് നടപടികളിലേക്ക് കടക്കും. ഇവിടെ ഈ രണ്ട് പറമ്പുകൾക്കിടയിലുള്ള ഒരു ചെറിയ തോട് പോലെയുള്ള സ്ഥലമുണ്ട്. അതിനകത്താണ് പുലി ഇപ്പോൾ ഉള്ളത്. പുലിയുടെ വയറിലാണ് ഈ കുടുക്ക് മുറുകിയിരിക്കുന്നത്. ഈ പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി സ്ഥാപിച്ച കേബിൾ കെണിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലാണ് പുലി കുടുങ്ങിയത്. ഇടയ്ക്ക് നമ്മുടെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. ഇടയ്ക്ക് പുലി ആ തോട്ടിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം നമുക്ക്. 2-3 തവണ നമ്മളിപ്പോൾ കഴിഞ്ഞ ഏകദേശം 1 മണിക്കൂറായി നമ്മളിവിടെ ഉള്ളതിനിടയിൽ തന്നെ 2-3 തവണ പുലി അങ്ങനെ ചാടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും പക്ഷേ ഈ വയറിൽ കുടുക്ക് വീണ സാഹചര്യത്തിൽ അതിന് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. അല്പസമയത്തിനകം ഏതായാലും മയക്കുവെടി വെച്ച് പുലിയെ പിടികൂടിയതിനു ശേഷം വയനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ ഈ ആരോഗ്യാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോഴേതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം തന്നെ ഈ പ്രദേശത്ത് ഉണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു പുലി ഇവിടെ കുടുങ്ങിയതായി മനസ്സിലായത്. പിന്നീട് ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും അവരിവിടേക്ക് എത്തി അത്യാവശ്യം സുരക്ഷ ഒരുക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം കൂടി വിവരമറിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമുക്കൊപ്പം ഉണ്ട്. ഇത് എപ്പോഴായിരുന്നു വിവരം അറിയുന്നത്? രാവിലെ 5 മണിയാണ് ഇവിടുന്ന് വിവരം പറയുന്നത്. വീട്ടുകാരാണ് വിളിച്ച് പറയുന്നത്. പറഞ്ഞ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് പോലീസുകാരായിട്ട് ബന്ധപ്പെട്ടു, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ആ സമയത്ത് തന്നെ എല്ലാം നടത്തി. മറ്റ് ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ ജനങ്ങളോട് പറഞ്ഞു. പ്രദേശം എങ്ങനെയാണ്? നേരത്തെ പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു മേഖലയാണോ? പുലി ഭീഷണിയുള്ള പ്രദേശമല്ല ഇത്. പിന്നെ ഇവിടെ ആദ്യമായിട്ടാണ് ഈ പുലിനെ കാണുന്നത്. പക്ഷേ തോലമ്പ്ര മേഖലയിൽ ഒരു 4 കിലോമീറ്റർ അപ്പുറം തോലമ്പ്ര മേഖലയിൽ ഒരു 4-5 മാസം മുന്നേ പുലിയെ കണ്ടിരുന്നു. പിന്നെ അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് കൂടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും പുലിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവിടുന്ന് വനമേഖല ഒരുപാട് ദൂരത്തിലാണോ? വനമേഖല കണ്ണവം വനമേഖലയാണ്. കണ്ണവം വനമേഖലയ്ക്ക് ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. 5 കിലോമീറ്റർ ദൂരത്തിലാണ് കണ്ണവം വനമേഖല. പിന്നെ കൊട്ടിയൂർ വനമേഖല, അതിൻ്റെ ചെറിയൊരു പ്രദേശം തോലമ്പ്ര പ്രദേശത്തുണ്ട്. സേതു, അതാണ് ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്ററാണ് കണ്ണവം ഫോറസ്റ്റ് അതിൻ്റെ അതിർത്തിയിലേക്കുള്ളത്. പിന്നെയുള്ളത് കൊട്ടിയൂർ വനമേഖലയാണ്. എന്തായാലും അല്പം ദൂരമുണ്ട്. ഇതുവരെ ഇവിടെ ഒരു പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള തോലമ്പ്ര എന്ന് പറയുന്ന പ്രദേശത്താണ് നേരത്തെ. ഏതായാലും അല്പസമയത്തിനകം ഈ പുലിയെ ഇവിടെ നിന്ന് ശരി. അപ്പൊ കണ്ണൂർ മാലൂരിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ ഉടൻ തന്നെ മയക്കുവെടിവെക്കുകയും ആ ദൗത്യമൊക്കെ അല്പസമയത്തിനകം ആരംഭിക്കും. നമ്മൾ